പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മെൻസ് എലിമിനേഷൻ ചേംബർ മത്സരത്തെ സംബന്ധിച്ചുള്ള റിസൾട്ട് നമുക്കിപ്പോൾ ലീക്കായി ലഭിച്ചിട്ടുണ്ട്. ആ പേര് കേൾക്കാൻ താല്പര്യമില്ലാത്ത കൂട്ടുകാർക്ക് വീഡിയോ ഇപ്പോൾ തന്നെ അവസാനിപ്പിച്ച് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പേര് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ അത് മറ്റാരുമല്ല, ഡ്രൂ മാക്കൻഡയറിൻ്റേതാണ്. നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഡ്രൂ മാക്കൻഡയറിന് അനുകൂലമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന വെബ്സൈറ്റുകളിൽ നിന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൂടാതെ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ വമ്പൻ ചർച്ചകൾ ഈ ഒരു ലീക്കായി വന്ന റിസൾട്ടിനെ സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ഡ്രൂ മാക്കൻഡയറിൻ്റെ പേരിലേക്ക് എത്തുന്നതിന് മുൻപ് ആദ്യം അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടതാരമായ ജോൺസിനെ വിജയിപ്പിക്കാനായിരുന്നു. ജോൺസിനെ വിജയിച്ച് കാണാൻ തന്നെയാണ് മെജോറിറ്റി റെസ്ലിംഗ് ആരാധകരും കാത്തിരിക്കുന്നത്. അവസാനത്തെ എലിമിനേഷൻ ചേംബർ മത്സരമാണ് ജോൺസിനയുടെ കരിയറിൽ അദ്ദേഹം ഈ ഞായറാഴ്ച കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ജോൺസിന വിജയിച്ചില്ലെങ്കിൽ റെസൽമീനിയ 41 ജോൺസിനയ്ക്ക് എന്ത് തരത്തിലുള്ള മാച്ചാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള വലിയൊരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇനി 2 ദിവസമേ ബാക്കിയുള്ളൂ. ജോൺസിനെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന ആരാധകർക്കിടയിലാണ് ഡ്രൂ മാക്കൻഡയർ വിജയിക്കാൻ പോകുന്നു എന്നുള്ള പറഞ്ഞുകൊണ്ടുള്ള ഒരു റിസൾട്ടുകൾ ലീക്കായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ജോൺസിനെയാണോ ഡ്രൂ മാക്കൻഡയർ ആണോ യഥാർത്ഥത്തിൽ എലിമിനേഷൻ ചേംബർ വിജയിക്കേണ്ടത്? ആർക്കാണ് ആ വിജയം അനിവാര്യമായിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തുകൊണ്ട് ജോൺസിനെ പരാജയപ്പെടുത്തുന്നു അതിൻ്റെ തെളിവുകൾ മുൻകൂട്ടി WWE തന്നെ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ജോൺസിന ഈ എലിമിനേഷൻ ചേംബർ കഴിഞ്ഞതിന് ശേഷം അഡ്വർടൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളതെല്ലാം റോ എപ്പിസോഡിലാണ്. ചേംബറിലെ മെൻസ് ചേംബർ മത്സരം നടക്കുന്നത് കോഡി റോഡ്സിൻ്റെ കൈവശമുള്ള അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിലിൻ്റെ നമ്പർ 1 കണ്ടൻഡറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോഡി റോഡ്സ് ഉള്ളത് സ്മാക്ഡൗണിലാണ്. ഇനി അഥവാ ചേംബറിൽ ജോൺസിനെ വിജയിക്കും എന്ന് അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺസിനെ അവർ സ്മാക്ഡൗണിലേക്ക് മുൻകൂട്ടി അഡ്വർടൈസ് ചെയ്യും. എന്നാൽ മാത്രമേ ആ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ ടിക്കറ്റ് സെയിൽസിൽ അവർക്ക് വലിയൊരു വർധനവ് മുൻകൂട്ടി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ജോൺസിന് അഡ്വർടൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളതെല്ലാം റോ എപ്പിസോഡിലേക്കാണ്, യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ജോൺസിന കോഡി റോഡ്സിൻ്റെ എതിരാളിയായിട്ട് വരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് അവർ മുൻകൂട്ടി നൽകിയിട്ടുണ്ട്. സ്മാക്ഡൗണിൽ നിന്നുള്ള റെസ്ലർ തന്നെയാണ് കോഡി റോഡ്സിൻ്റെ എതിരാളിയായിട്ട് വരുന്നത് എന്നുള്ളതും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഡ്രൂ മാക്കൻഡയറിനാണ് അവിടെ എല്ലാവിധ സാധ്യതകളും പോകുന്നത്. കൂടുതൽ താരങ്ങൾ വന്നിട്ടുള്ളത് റോ എപ്പിസോഡിൽ നിന്നാണ്. അതായത് ലോഗനെയും CM പങ്കിനെയും സെത്തിനെയും ഒക്കെ എടുത്താൽ അവരൊക്കെ റോയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പക്ഷേ കോഡി റോഡ്സിൻ്റെ കൈവശമുള്ള ഈ ഒരു ചാമ്പ്യൻഷിപ്പ് സ്മാക്ഡൗണിൻ്റേതാണ്. അപ്പോൾ ഡ്രൂ മാക്കൻഡയറിൻ്റെ വിജയസാധ്യത അവിടെ വളരെയധികം വർദ്ധിക്കുന്നു. ജോൺസിനയുടെ പരാജയ സാധ്യതയും അവിടെ വളരെയധികം വർദ്ധിക്കുന്നു. അപ്പോൾ ജോൺസിനെ പരാജയപ്പെടും എന്നുള്ളത് അവർ മുൻകൂട്ടി പറയുന്നുണ്ട്. ഇത് പെട്ടെന്നെടുത്തൊരു ഡിസിഷനാണെന്നാണ് നിലവിലെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പോലും മുൻകൂട്ടി ഇങ്ങനെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. സ്മാക്ഡൗൺ എപ്പിസോഡ് കാണികളെ നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട് എന്നുള്ളത് WWE മാനേജ്മെൻറ്റിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. 2 മണിക്കൂർ ഷോയിൽ നിന്നും 3 മണിക്കൂർ ആക്കിയത് അത് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ആർക്കും ചെയ്യുന്നില്ല എന്നുള്ളതും സ്മാക്ഡൗൺ എപ്പിസോഡ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്ന ക്രിയേറ്റീവ് ടീമിനും മാനേജ്മെൻറ്റിനും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം അവർ ഉദ്ദേശിച്ചത് ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന റെസ്ലേഴ്സിന് കുറച്ചും കൂടി TV ടൈം കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. പക്ഷേ അത് എന്തിന് എന്നുള്ളൊരു ചോദ്യമാണ് അവർക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. കാരണം കുറേയധികം റെസ്ലേഴ്സിന് അവർക്ക് മത്സരം കൊടുക്കുന്നുണ്ട്, എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറി കണക്ഷൻ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. കൂടാതെ കാണികൾ അവരുമായിട്ട് സിങ്ക് ആകുന്നില്ല. അപ്പോൾ 3 മണിക്കൂർ ഷോ എന്നുള്ള ഒരു ഫോർമാറ്റ് അത് തെറ്റായിരുന്നുവെന്നും അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും മാനേജ്മെൻറ്റിൻ്റെ ഇടയിൽ നിലവിലൊരു ചർച്ച നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജൂൺ മാസം മുതൽ 2 മണിക്കൂറിലേക്ക് സ്മാക്ഡൗൺ എപ്പിസോഡ് തിരികെ പോകും എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നു. സ്മാക്ഡൗൺ എപ്പിസോഡ് കാണികളെ നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. നമുക്കും അത് സ്മാക്ഡൗൺ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. 2 മണിക്കൂർ ഷോ ഒരിക്കലും 3 മണിക്കൂർ ആക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അവസാനത്തെ അപ്ഡേറ്റ് റോമൻ റെയിൻസ് എന്ന സൂപ്പർ താരത്തിൻ്റെ പ്രതികരണത്തോട് അനുബന്ധിച്ചാണ്. റോമൻ റെയിൻസ് അടുത്ത മാസം യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ തുടർച്ചയായിട്ടുള്ള 2 സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ വാർത്തയോടുള്ള ഒരു പ്രതികരണമാണ് റോമൻ റെയിൻസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. റോമൻ റെയിൻസ് പറയുന്നത് ഗ്രേറ്റ്നെസ് ഈ സിറ്റികളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അഡ്വർടൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള സിറ്റികളുടെ പേര് അവിടെ കൊടുക്കുന്നുണ്ട്. കൂടാതെ താൻ വരുന്നത് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്, തനിക്ക് കിട്ടിയതെല്ലാം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താൻ വരുന്നത് എന്നുള്ളതും റോമൻ റെയിൻസ് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. സെത്ത് റോളിൻസിനെയും CM പങ്കിനെയും എതിരെയുള്ള ഒരു ആക്രമണം നടത്താൻ തന്നെയാണ് റോമൻ റെയിൻസ് വരുന്നത്. തൻ്റെ
റോയൽ റംബിളിലെ പദ്ധതികൾക്ക് വലിയൊരു തടസ്സം നിന്നത് CM പങ്കാണ്. അതിനുശേഷം തന്നെ ആക്രമിച്ചത് സെത്താണ്. അപ്പോൾ അവരോടുള്ള തൻ്റെ അവരോടുള്ള കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടാണ് താൻ തിരികെ വരുന്നത് എന്നുള്ളത് റോമൻ റീൻസ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നു. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു റോമൻ റീൻസ് വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് CM പങ്കിനെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് സൂപ്പർ താരമായ സെത്ത് റോളിൻസിനെയും ഈ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോൾ സെത്തും റോമനും പങ്കും എല്ലാം ഒരേ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. ഇവരുടെ ട്രിപ്പിൾ ത്രെറ്റ് മത്സരം അവർ മാക്സിമം പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവും സെത്ത് പങ്ക് തുടങ്ങിയവർക്കെതിരെയുള്ള സ്റ്റോറിയുടെ ഭാഗമായിരിക്കും. അപ്പോൾ റോമൻ്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, റോമൻ റീൻസ് ഈ പറഞ്ഞ പ്രതികരണത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.